എന്നും ഒരു പ്രാവശ്യം മാത്രം ജീവിതത്തിൽ കണ്ട് സംസാരിക്കാൻ പറ്റാതെ ഞാൻ ആ കാലൊന്ന് തൊട്ട് മാറിപ്പോയിട്ടുള്ള ഒരു വ്യക്തിയാണ്. അദ്ദേഹം മൈൻഡ് ചെയ്തിട്ടില്ല. ഐ ആം നോട്ട് ബോതർഡ്. കാരണം ആ കാലൊന്ന് തൊടാൻ പറ്റി. അത് കഴിഞ്ഞിട്ട് പിന്നീട് എൻ്റെ ജീവിതത്തിൽ എനിക്കൊരു കോൾ വന്നിട്ടുണ്ടായിരുന്നു. ഒരു ദിവസം രാത്രിയിൽ ഒരു 9:30-10 മണിക്ക്. അത് ഹരിഹരൻ സാറിൻ്റെ കോളായിരുന്നു. ഡയറക്ടർ ഹരിഹരൻ സാറ് എൻ്റെ ആദ്യത്തെ സിനിമ കീർത്തിചക്ര കണ്ടിട്ട് കാലിക്കറ്റിൽ നിന്ന് MT സാറും ഹരിഹരൻ സാറും കൂടെ കാണാൻ പോയിട്ട് പറഞ്ഞു, രവി, ഒരാൾ നിന്റെ അടുത്ത് സംസാരിക്കുന്നു. പിന്നീട് ഞാൻ ശബ്ദം കേൾക്കുന്നത് MT സാറിൻ്റെ. ദാറ്റ് വാസ് സംതിങ് ഐ ഡോണ്ട് നോ. യുനോ, ഞാനൊരു എഴുത്തുകാരനൊന്നുമല്ല. അദ്ദേഹത്തിന്റെ ആ ഒരു കാറ്റ്, കാരണം അതേ ഭാരതപ്പെട്ട വക്കിന് തന്നെയാണ് എൻ്റെ വീട്. ഞാൻ ആ ട്രീക്കുമ്പടി സൈഡിൽ. അപ്പൊ എവിടുന്നൊക്കെയോ ആ കാറ്റ് കിട്ടിയിട്ടുള്ളതുകൊണ്ടായിരിക്കും ആ ഒരു കീർത്തിച്ചക്ര എഴുതാൻ സാധിച്ചതല്ല. പക്ഷെ അദ്ദേഹം അന്ന് പറഞ്ഞൊരു വാക്കുണ്ടായിരുന്നു, രവി, നീ മനോഹരമായിട്ട് നിന്റെ സ്ക്രീൻ പ്ലേ എഴുതിയിട്ടുണ്ടെന്ന്. എനിക്കത് അങ്ങനെ തോന്നിയിട്ടൊന്നുമില്ല. ഞാൻ അതിൽ മനോഹരമായിട്ട് സ്ക്രീൻ പ്ലേ എഴുതിയിട്ടുണ്ടോ. ഞാൻ എൻ്റെ മനസ്സിൽ വന്ന ഒരു സാധനം എഴുതി, പടം സിനിമയായി. പക്ഷെ പിന്നീട് എനിക്ക് സ്റ്റേറ്റ് അവാർഡ് വന്ന സമയത്ത് എനിക്ക് ആ പടത്തിന് ബെസ്റ്റ് സ്ക്രീൻ പ്ലേക്കുള്ള അവാർഡാണ് എനിക്ക് കിട്ടിയത്. അപ്പൊ അദ്ദേഹത്തിന്റെ ആ ഒരു വിഷൻ, വാട്ട് ഡിഡ് ഐ ഡു ഇൻ ദാറ്റ് ഫിലിം, ദ ബെസ്റ്റ് ഈസ് ദ സ്ക്രീൻ പ്ലേ എന്നുള്ളത് MT സാറ് പറഞ്ഞിട്ടുണ്ടാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ ഈ 9 കഥകൾ, അതിൽ എൻ്റെ ഗുരുനാഥൻ ചെയ്തിരിക്കുന്നു, പ്രിയദർശൻ 2 കഥകൾ ചെയ്തിരിക്കുന്നു. ഇതെല്ലാം സത്യം പറഞ്ഞാൽ ഇന്ന് രാത്രി ഞാനിത് കഴിഞ്ഞ് ഇവിടെ പോയിട്ട് വീട്ടിൽ പോയിരുന്നിട്ട് ഈ സിനിമ ഫുൾ കണ്ടതിന് ശേഷം ഇന്ന് ഉറക്കം ഉണ്ടാവും. ബിക്കോസ് ഇന്ന് കാലത്ത് കുറേ റിപ്പബ്ലിക് ഡേ ആയതുകൊണ്ട് ആർമി ഓഫീസർ, അതിന്റെ പേരിൽ കുറേ പ്രശ്നങ്ങളുണ്ടായിരുന്നു. എല്ലാം കഴിഞ്ഞ് ഇന്ന് ഈ സിനിമ കണ്ടിട്ട് ആൻഡ് വാട്ട് എവർ ഐ ഹേർഡ് അബൌട്ട് ദിസ് ഫിലിം ഫ്രം മൈ ഗുരു പ്രിയേട്ടൻ, അന്ന് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ അദ്ദേഹം കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിവേ, ഐ ആം എക്സൈറ്റഡ് അബൌട്ട് ഇറ്റ് ആൻഡ് ഐ വിഷ് all the people, Laletan and Santosh, the man who brought me into the film industry. Do you know that? ഓർമ്മയുണ്ടാവില്ലായിരിക്കും. സന്തോഷാണ് എന്നെ സിനിമ ഇൻഡസ്ട്രിയിലോട്ട് കൊണ്ടുവന്നിരിക്കുന്നത്. സന്തോഷിന് പോലും ഓർമ്മയുണ്ടാവില്ല. കാരണം ഹിന്ദിയിലൊരു പടം പുക്കാർ എന്നുള്ളൊരു സിനിമ രാജ്കുമാർ സന്തോഷ് ചെയ്യുന്ന സമയത്ത് സന്തോഷായിരുന്നു എൻ്റെ ക്യാമറമാൻ. അന്ന് അദ്ദേഹം രാജ്കുമാർ സന്തോഷിയോട് പറഞ്ഞു, സിനിമ സെൻസിൽ ഒരു ആർമിക്കാരനുണ്ട്, അദ്ദേഹത്തെ ഒന്ന് വിളിച്ചാൽ ഈ കഥയ്ക്ക് ഉപകാരമാകുന്നു. അങ്ങനെയാണ് ഞാൻ ആദ്യം പുക്കാർ എന്ന സിനിമയ്ക്ക് പോകുന്നത്. അതിനുശേഷം സന്തോഷം അവിടെ നിന്ന് പോയി. പിന്നെ വേറെ ആൾക്കാരൊക്കെയാണ് ഷൂട്ട് ചെയ്തെങ്കിലും ആ സിനിമയ്ക്ക് നാഷണൽ അവാർഡും കിട്ടി. അങ്ങനെയാണ് ആ സിനിമയോടുള്ള ലൈക്കിങ്. അപ്പം അങ്ങനെ എല്ലാവരും ഇവിടെ ഇരിക്കുന്നതുകൊണ്ട് ഈ ഒരു സ്റ്റേജിൽ വന്ന് സംസാരിക്കാൻ പറ്റിയത് വളരെയധികം സന്തോഷമുണ്ട്. എന്നോട് പിടിച്ചു നിർത്തിയത് എന്തിനാണെങ്കിലും എനിക്ക് മനസ്സിലായില്ലെങ്കിലും എന്നെ കൊണ്ട് പറയാൻ പറ്റുന്നതൊക്കെ ഞാൻ പറഞ്ഞു തരുന്നു.